Hello guys. Hi guys. Hi guys. Hi guys പറ. Hi guys. പറ. അതന്നെ. വെൽക്കം ടു പുതിയൊരു വീഡിയോ. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. സോ ഇന്ന് കുറച്ചായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്, പക്ഷേ എനിക്കെന്തോ ഇന്ന് അത് പറയണമെന്ന് തോന്നി. ലൈക്ക് നമ്മുടെ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അതായത് യൂട്യൂബിൻ്റെ ഒരു മെജോറിറ്റിയും റിയാക്ഷൻ യൂട്യൂബേഴ്സാണ്. ആൻഡ് എവറി ഡേ ഒരു 10 റിയാക്ഷൻ യൂട്യൂബേഴ്സ് വെച്ച് ജന്മം കൊള്ളുന്നുണ്ടെന്നാണ് ഇത്ര ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും അതിരുവിടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കത് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്തുപ്പാ അമ്മയെ ഞാൻ അടിച്ച എല്ലാവരെയും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആളുകളുടെ റിയാക്ഷൻസ് കുറച്ച് ഒരു ലിമിറ്റ് വിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതറിയോ, അതെപ്പോഴാണ് ലിമിറ്റ് വിടുന്നതെന്നറിയോ? ഈ പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ചിരുന്ന് കോണ്ടൻ്റ് ആക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്കാമുകൾ, ഇപ്പോൾ ഫ്ലഡ് പോലുള്ള പ്രശ്നങ്ങൾ, ഹെൽപ്പ് ചോദിച്ചുകൊണ്ടുള്ള ആളുകളുടെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇല്ലേ, അത് ആ കൈൻഡ് ഓഫ് വീഡിയോസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ടോട്ടലായിട്ട് നടക്കുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, അതൊക്കെ റിയാക്ഷൻസ് ത്രൂ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ യൂട്യൂബറുടെ വീട്ടിലെ പ്രശ്നം, അവരുടെ ഫാമിലിയിലെ പ്രശ്നം, അവിടുത്തെ പ്രശ്നം, വീടുകളിലെ പ്രശ്നം, പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു വെച്ച് ഒരു കോണ്ടൻ്റ് ആക്കുന്നത് ശരിയാണോ? അത് ഞാൻ ശരിയാണോ എന്ന് ചോദിക്കുന്ന കാരണമുണ്ടല്ല. കാരണം കുറച്ച് ഓഡിയൻസിൽ നിന്ന് അതൊരു വൈഡ് സ്പ്രെഡ് ഓഡിയൻസിലോട്ട് പോകുകയല്ലേ ചെയ്യുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ പലതരം ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ അത് ഈ ആളുകൾക്ക്, അതായത് ഇവർ ആരെയാണോ റിയാക്ട് ചെയ്യുന്നത്, ഈ ആളുകൾക്ക് പിന്നെയും ഒരു സൊസൈറ്റിയിലോട്ടൊക്കെ ഇറങ്ങി ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് മറ്റേ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കാത്തത്? എല്ലാം മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്കത് കോണ്ടൻസ് ആണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മളത് കോണ്ടൻ്റ് ആക്കും. ഒരു എംപത്തറ്റിക്കലി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ചില റിയാക്ഷൻ യൂട്യൂബേഴ്സ് എങ്കിലും? ചില യൂട്യൂബ് ഫാമിലീസ് കാരണം ജീവിച്ചു പോകുന്ന റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഉണ്ട്. അത് ഒരു കോണ്ടൻറ്റിൽ നിർത്തില്ല. കോണ്ടൻറ്റിന് മേലെ കോണ്ടൻറ്റ് ഉണ്ടാക്കി ചെയ്യുന്ന യൂട്യൂബേഴ്സ്, റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെയും അതായത് ഒരു പ്രശ്നം ഉണ്ടായി, ഓക്കെ, അതൊരു വീഡിയോ ചെയ്തു, അത് ആളുകൾ കണ്ടു, ആ പ്രശ്നം ആളുകൾ മറക്കാൻ ഒരു സമ്മതിക്കില്ല. ആ പ്രശ്നം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ആ ഫാമിലി, ആ ഒരു പർട്ടിക്കുലർ ഫാമിലീനെ വെറുത്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ. എന്തിനാണ്? ഓക്കെ, നിങ്ങൾക്കൊരു സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് അത്. പക്ഷേ അതിൻ്റെ ഇങ്ങനെ ഒരു സൈഡും കൂടെ നിങ്ങൾ ചിന്തിക്കണ്ടേ? ആ ഫാമിലി, ഞാൻ ഒരു ഫാമിലി ഞാൻ എടുത്ത് പറയട്ടെ, അത് ഇത്രയും കാലത്തിനിടയ്ക്ക് പല പല ഫാമിലീസിൻ്റെ പല പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എൻ്റെയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? 1 or 2 വീഡിയോ ഇട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് തന്നെ ഇട്ട് ആളുകളത് മറക്കാനൊരവസരം കൊടുക്കാണ്ട് ചെയ്യുന്നത് ശരിയാണോ? റിയാക്ഷൻസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസി ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം എന്ന് വെച്ചാൽ വിഷയങ്ങൾക്ക് പഞ്ഞമില്ല. 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ വിഷയങ്ങളായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്, പഞ്ഞമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ അതിര് വിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടെ
ഈ റിയാക്ഷൻസ് ചെയ്യുന്നവർ ചിന്തിക്കണം. ചില റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഉണ്ട്, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 2 സൈഡ് പോലും അന്വേഷിക്കാതെ വന്നിരുന്നങ്ങ് പറയുക. ഇപ്പം നമ്മളെ പറ്റി ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതൊന്ന് നമ്മളെ ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പോലും അന്വേഷിക്കാതെ വെച്ചിരുന്ന അലക്ക് തന്നെ. അങ്ങനത്തെ യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിപ്പോൾ എനിക്കങ്ങനെ വലിയ കോണ്ടാക്ട്സ് ഇല്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് കുറേ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഞങ്ങളൊരിക്കലും ഇതുപോലൊരു ഇഷ്യൂ ഞങ്ങൾ വന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് അന്ന് അഖിലിനെ വിളിച്ചിട്ട് അഖില ഇങ്ങനെ ഒരു കാര്യം കേട്ടു, എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് വിളിച്ച് ചോദിച്ച ഒരുപാട് റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഞങ്ങളുടെ സൈഡിലാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ പോയിന്റ് എന്ന് മനസ്സിലാക്കിയ വീഡിയോ ചെയ്യാതെ ഇരുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. കേട്ട പാടെ കേൾക്കാത്ത പാടെ വീഡിയോ ചെയ്ത് ഭീഷ്മ ബോസിനെ എങ്ങനെ എയറിലാക്കാമെന്ന് ചിന്തിച്ച ആളുകളുണ്ട്. വാട്ടെവർ. ഞാൻ ഈ അടുത്ത് വേറൊരു റിയാക്ഷൻ യൂട്യൂബിലൂടെ ഒരു വീഡിയോ കാണാനുണ്ടായി. എനിക്കാണ് ഒരു ലേഡി ആയിരുന്നു, രേഷ്മ എന്താണ് പേര് അവരുടെ. ഇവർക്ക് ഞാൻ കാണുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സൗഭാഗ്യ വെങ്കടേഷിനെതിരെ ഒരു വീഡിയോ ആണ്. അതായത് ആൾ സാരി ഉടുത്ത് വന്നതിൻ്റെ ഒരു വീഡിയോ. ലൈക്ക് എന്താണ് ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇത്തിരി മെലിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സ്പോസിങ് ഒക്കെ ആവാമെന്ന് തോന്നിക്കാണും, എന്നാലും നമ്മളുടെ കുടുംബത്തിനൊരു അന്തസ്സൊക്കെ ഉള്ളൊരു കുടുംബമായിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവരെ വളരെ മോശമായിട്ട് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. പണ്ട് ഭയങ്കര നല്ല കുട്ടിയായിരുന്നു, ഇത്തിരി സ്ലിമ്മൊക്കെ ആയി എക്സ്പോസ് ചെയ്തപ്പോൾ മോശമായിപ്പോയി എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ. ഇതേ ഇവർ തന്നെ ദയാ സുജിത്തിൻ്റെ ഇഷ്യൂ വന്നല്ലോ, ആ കുട്ടിയെ ഏതൊരു ബീവി എന്ന് പറഞ്ഞ പെണ്ണുമുള്ള അസഭ്യം പറഞ്ഞല്ലോ ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ ഇവർ പറയുന്നത് ദയാ സുജിത്ത് ഒരു മോഡലല്ലേ, ആ കുട്ടി അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ ഫ്രീഡം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ ഇവർ തന്നെ ഇരട്ടത്താപ്പിലൊരു വീഡിയോ. കുറച്ചൊക്കെ എത്തിക്സ് ആവാം, തെറ്റില്ല, ഫുള്ളായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ആവാം. ഇതേ റിയാക്ഷൻ യൂട്യൂബർ തന്നെ ഇവർ തന്നെ ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അതായത് 2 യൂട്യൂബേഴ്സ് പിള്ളേരുടെ ബർത്ത്ഡേ നടത്തുന്നതാണ്. അതിൽ ഒരു യൂട്യൂബർ ബന്ധുക്കളെ ആരെയും വിളിക്കാതെ അവരുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ നടത്തി, മറ്റേ ആൾ ബന്ധുക്കളെല്ലാം വിളിച്ച് കൊച്ചിൻ്റെ ബർത്ത്ഡേ നടത്തി, കൂടെ ഒരു കുട്ടിയുടെ കുട്ടിക്ക് എന്തോ സ്പോൺസറായി അങ്ങനെ എന്തോ ചെയ്തു. അങ്ങനെയാണ് വീഡിയോ. അത് നല്ല കാര്യമാണ്, അങ്ങനെ ഒരു സ്പോൺസർ ചെയ്ത കാര്യമൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്തിനാണ് മറ്റേ യൂട്യൂബറിനെ തരം താഴ്ത്തി സംസാരിച്ചത്? ബന്ധുക്കളെ ആരും വിളിക്കാണ്ട് ബർത്ത്ഡേ നടത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തത്. അവരുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എങ്ങനെ നടത്തണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്, അല്ലേ? അവർ പബ്ലിക് ഫിഗർ ആണെന്ന് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ഡിസിഷൻസ് അവർ വന്ന് നമ്മളോട് ചോദിക്കണോ? അവരുടെ ലൈഫാണ്, ഓക്കെ, അവർ ചോയ്സ് എടുക്കും. അത് നിങ്ങൾക്ക് എന്ത് റൈറ്റാണ് പറയാനുള്ളത്? അതങ്ങനെ അല്ലായിരുന്നു നടത്തേണ്ടത്, അത് ആ ബന്ധുക്കളെ വിളിച്ചായിരുന്നു നടത്തേണ്ടതെന്നുള്ളത്. അതൊക്കെ ഒരു പാരൻസിൻ്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ. ഇപ്പം നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയല്ലേ അവർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലമാണ്, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ പ്രഗ്നൻ്റായ വേറൊരു യൂട്യൂബറുണ്ട്. ആ സമയത്ത് ഈ കുട്ടി ഒരു ആപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു കോൺട്രവേഴ്സിയിൽ വന്നു. എന്നിട്ട് ഇതുപോലെ റിയാക്ഷൻ യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് ഇങ്ങനെ വീഡിയോസ് ചെയ്തു. അപ്പം ഈ കുട്ടി ഒരു സോറി പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തു. അതായത് അങ്ങനെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ വന്നൊരു വീഡിയോ ചെയ്തു. സോ അതാ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയായിരിക്കില്ല ആ കുട്ടിയെ ചെയ്തത്. പക്ഷേ ചില റിയാക്ഷൻ യൂട്യൂബേഴ്സിന് അത് പറ്റിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ എന്നുള്ള രീതിയിലാണ് ചിലരുന്നത്. പിന്നെയും എന്താണ് സോറി പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഈ അടുത്ത കോണ്ടൻറ്റ്. അപ്പോൾ എനിക്കത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒന്നാമത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻ്റായ ഒരാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ
പിടികിട്ടാത്തൊരവസ്ഥയിലായിരിക്കും. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ആ കുട്ടി ഓക്കെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത്. പിന്നെ അതിൽ പിടിച്ചുകൊണ്ട് പിന്നെയും അത് അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചില യൂട്യൂബേഴ്സ് അപ്പോൾ വന്നു. ആൻഡ് ഇപ്പോൾ ഇന്ന് സർക്കുലേറ്റ് ആയി തുടങ്ങിയ ഒരു ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഇതുപോലെ ഒരു യൂട്യൂബർ കം ഇൻഫ്ലുവൻസറിൻ്റെ ഫാമിലിയിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. അത് ആ ഇഷ്യൂവിന് ശേഷം എന്തായാലും അതൊരു പേഴ്സണൽ ലൈഫിൽ നടന്നൊരു പേഴ്സണൽ പ്രോബ്ലമാണ്. എന്തായാലും അദ്ദേഹം വളരെ മോശം അവസ്ഥയിലായിരിക്കും. അത് എടുത്തു വെച്ചിരുന്ന് ഇപ്പോൾ ഓരോ റിയാക്ഷൻ യൂട്യൂബേഴ്സ് എടുത്തു വെച്ചിരുന്ന് വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ അത് അധികം ആളുകൾ അറിഞ്ഞിട്ടില്ല ആ ഒരു ഇഷ്യൂ. ഇനി പയ്യെ ആളുകൾ അറിയും, കൂടുതൽ ആളുകൾ അറിയും, കൂടുതൽ സ്പ്രെഡായി പോവും. ഒന്ന് ചിന്തിക്കണം അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അത് എന്ത് മാത്രമായിരിക്കും എന്നുള്ളത്. അതിങ്ങനെ സ്പ്രെഡായി മോശം അവസ്ഥയിൽ നിന്ന് വളരെ മോശം അവസ്ഥയിലോട്ട് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ വളരെ മോശം അവസ്ഥയിലോട്ട് പല ആളുകളെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. റിയാക്ഷൻസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, റിയാക്ഷൻസ് ചെയ്യണം. കാരണം ഇപ്പോൾ ഈ സ്കാം പോലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ അറിയേണ്ടതാണ് അല്ലേ. ഇങ്ങനെയുള്ള ആളുകൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് പേടി ഉണ്ടാവുള്ളൂ. കാരണം എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ളൊരു പേടിയിൽ പലരൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ചിരുന്ന് ചെയ്യുമ്പോഴേ മറ്റൊരാളുടെ ഒരു പേഴ്സണൽ ലൈഫാകുമ്പോൾ നമുക്കത് കോണ്ടൻ്റാണ്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫാണെങ്കിൽ നമ്മളതെങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു. ഈ എംപതി എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ, കാരണം ഇവർക്ക് ഇനിയും സൊസൈറ്റിയിലോട്ടൊക്കെ ഇറങ്ങേണ്ടവരല്ലേ, ആളുകളെ കാണേണ്ടവരാണ്. ഇവരും വീഡിയോ ക്രിയേറ്റേഴ്സാണ് അല്ലേ, ഇവർക്ക് ഇനിയും വീഡിയോസ് ചെയ്യണം. ഇപ്പോൾ ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്തു, അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എന്ന് പറയുന്നത് ജീവിതം തന്നെ വെറുത്തു പോകുന്ന രീതിയിലുള്ള കമൻസ് ആയിരിക്കും. നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ചില ആളുകളുണ്ട്, എനിക്കുണ്ട്. ഞാൻ വീഡിയോ ഇടുന്നത് നോക്കിയിരിക്കുന്ന, നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ചില ടീംസുണ്ട്. അതുപോലെ എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പം നമ്മളെ എങ്ങനെ ഒന്ന് ഇടിച്ച് താഴ്ത്താമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ, അവർക്കതിപ്പോൾ ഒരു ചാൻസാണ്. അത് കമൻറ്റിൻ്റെ മേലെ കമൻസ്, അത് കാണുമ്പോൾ വീണ്ടും ഉള്ള ഇതും കൂടെ പോവും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തുകൂടെ? ഇതിന് അത്യാവശ്യം വ്യൂസ് കിട്ടും, കാരണം ആളുകൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതൊരു പോയിൻ്റാണ്. അതായത് നമ്മുടെ ആളുകൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ, നെഗറ്റിവിറ്റി കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. കാരണം ഇങ്ങനത്തെ വീഡിയോസിന് ഭയങ്കര റീച്ചാണ്. കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വീഡിയോസിന് ഭയങ്കരമായ റീച്ചാണ്. അതില്ലെന്നല്ല, പക്ഷേ ഞാൻ പറയുന്നത് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചൂടെ എന്നാണ്. റിയാക്ഷൻസ് ഇപ്പോൾ മാക്സിമം ഒരു 2 വീഡിയോയിൽ നിർത്തിക്കൂടെ? ഓക്കെ, നിങ്ങൾ ഫാമിലിയിൽ ഇഷ്യൂസൊക്കെ ചർച്ച ചെയ്തോ, നിങ്ങളുടെ ഒരു ഇൻകമാണല്ലോ അത്. മാക്സിമം അതൊരു 2 3 വീഡിയോയിൽ നിർത്തിക്കൂടെ? പിന്നെയും മാസങ്ങളോളം അത് തന്നെ എടുത്ത് വെച്ചിരുന്ന് പറയുന്ന എന്തിനാണ്? ആളുകളത് മറക്കട്ടെ, ആളുകളെ അത് മറക്കാൻ സമ്മതിക്കാതിരിക്കുന്ന എന്തിനാണ്? മറക്കട്ടെ. നിങ്ങൾക്കത് എത്രമാത്രം ഇൻകം ആണോ അതുപോലെ തന്നെ അവർക്കത് അവരുടെ ലൈഫാണ് അല്ലേ. ആ ലൈഫ് തകർന്നു പോകുന്നതാണ് നിങ്ങൾ വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കങ്ങനെ തോന്നി. ഞാൻ പലപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കട്ട്സ് ഇങ്ങനെ റീൽസിലൊക്കെ വരുമല്ലോ, ചിലരൊക്കെ ഇങ്ങനെ വളരെ നമുക്ക് അയ്യോ എന്തിനാ ഇതിങ്ങനെ കോണ്ടൻ്റ് ആക്കുന്നതെന്ന് തോന്നിപ്പോവും. അതുപോലെയാണ് ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നത്. വെറും ലോക്കലായിട്ട് വന്നിരുന്ന് പറയുന്നുണ്ട്.
ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ ബാധിക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ അമ്മൂമ്മനെ ഇന്നയാളെന്തോ പറഞ്ഞത് എങ്ങനെയാണത് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരു രസം, കണ്ടിരിക്കാനൊരു രസം, പറയാനും ഒരു രസം എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അവരുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ടേ, ലൈക്ക് അതെങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.